അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 55 ലക്ഷം രൂപ വിനിയോഗിച്ച് ഈരാറ്റുപേട്ട നഗരസഭയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പി.കെ. അലിയാർ മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീർ നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എംപി മുഖ്യപ്രഭാഷണം നടത്തി. പൂഞ്ഞാർ എം.എൽ.എ. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ എം.ജെ. അധ്യക്ഷത വഹിച്ചു. ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ സ്വാഗതം പറഞ്ഞു. ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. അഹമ്മദ് കുരിക്കൽ നഗരിൽ മന്ത്രിയെ സ്വീകരിച്ച ശേഷം ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് മന്ത്രിയെ സമ്മേളനവേദിയിലേക്ക് ആനയിച്ചത്. ബഹുമാനായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എംപി അവர்கள் അദ്ദേഹം എംപി ആയതിനു ശേഷം മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ തെക്കൻ കേരളത്തോടുള്ള ഒരു വികസന കാഴ്ചപ്പാടിന്റെ ഇടപെടലിന്റെ ഭാഗമായി ഈരാറ്റുപേട്ടയ്ക്ക് അദ്ദേഹം അനുവദിച്ച 55 ലക്ഷം രൂപ കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയുടെ കാലത്ത് അന്ന് പാർട്ടി, ജില്ലാ, മണ്ഡലം, മുനിസിപ്പൽ നേതാക്കൾ എല്ലാവരും കൂടി ചേർന്ന് ബഹുമാനപ്പെട്ട എംപിയോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം തുക എത്രയാണെന്നോ ഒന്നും ചോദിച്ചില്ല. പ്രൊജക്ട് എന്താണെന്ന് അന്വേഷിക്കുകയും ആ പ്രൊജക്ടിന് ആവശ്യമായിട്ടുള്ള തുക, അതിന്റെ DPR തയ്യാറായതിനു ശേഷം അതിനാവശ്യമായ തുക മാറ്റിവെച്ച് ഇന്നിപ്പോൾ ദൈവാനുഗ്രഹത്താൽ അൽഹംദുലില്ലാഹ് നമ്മൾ ആ ബിൽഡിങ്ങിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ പാർക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണിത്. ഇത്തവണ നമുക്ക് എല്ലാ അനുകൂല ഘടകങ്ങളും ഈരാറ്റുപേട്ടയുടെയും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന്റെയും വികസനത്തിനുള്ള അടിസ്ഥാന രാഷ്ട്രീയ സംവിധാനം നമുക്കുണ്ട്. തീർച്ചയായും വളരെ കാഴ്ചപ്പാടുള്ള ഒരു മന്ത്രിയാണ്. തീർച്ചയായും ഈരാറ്റുപേട്ടയ്ക്കും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിനും അത് വളരെ വലിയ ഗുണം ചെയ്യും. ഞാൻ ഉദ്ദേശിക്കാം, ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടി അടുത്ത 25 വർഷത്തേക്കുള്ള ഒരു ടോട്ടൽ പ്രോജക്ട് റിപ്പോർട്ട്. പലപ്പോഴും ഈ വികസന കാര്യത്തിൽ നമുക്ക് പാളിച്ചകൾ വരുന്നത്, നഷ്ടം വരുന്നത്, ശരിയായ രീതിയിൽ കാര്യങ്ങൾ ഓടാതെ വരുന്നത്, നമ്മളൊരു വീടാണ് പ്ലാനും എസ്റ്റിമേറ്റും വേണം. പ്ലാനും എസ്റ്റിമേറ്റും ഇല്ലാത്ത പദ്ധതി വീട് തുടങ്ങിയാൽ അവിടെ എങ്ങും എത്താൻ പറ്റില്ല. പലപ്പോഴും നഗരസഭയുടെ ആസൂത്രണങ്ങൾ അല്ലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ആസൂത്രണങ്ങൾ നമ്മളൊരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാണ്. ഞാൻ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഒരു പ്രോജക്ട് റിപ്പോർട്ട് വേണം. അടുത്ത 25 വർഷത്തേക്ക് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അതൊരു തുടർച്ചയായിരിക്കണം. ഏത് കക്ഷി വന്നാലും അതിൻ്റെ അകത്ത് വലിയ മാറ്റങ്ങൾ വരുത്താതെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അത്രയൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മാന്യത കാണിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അതോടൊപ്പം ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല, വലിയൊരു മനസ്സാണ് നമ്മുടെ MP കാണിച്ചത്. കാരണം 55 ലക്ഷം രൂപ, ആകെ 5 കോടിയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് 55 ലക്ഷം രൂപ തരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എന്നോട് പറഞ്ഞു 4 കോടി. എല്ലാ സഹോദരവും കാര്യങ്ങൾ പഠിച്ചു. ഇപ്പൊ നമുക്ക് സുപ്രീം കോടതിയിലാണെങ്കിൽ ആരിസിനെ കൊണ്ട് പറ്റാത്താണെങ്കിൽ നമ്മൾ സീനിയർ അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കാന്ന് പറയും. അല്ലാതെ അത് ഇങ്ങനെ ഇട്ടുകാണ്ട് പറ്റൂല. നമ്മൾക്കൂടെ കഴിയില്ല, നമുക്ക് ഇന്ന വക്കീൽ ഏൽപ്പിച്ചാൽ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറയും. പിന്നെ ഒരു കാര്യത്തിന് എങ്ങനെയൊക്കെയാണ് അതിന്റെ ആവശ്യകത, അതെങ്ങനെയൊക്കെ ഫലപ്രദമാക്കാൻ കഴിയും എന്നുള്ളത് ആലോചിക്കും. പാർട്ടിക്ക് ഡൽഹിയിൽ ഒരു ആസ്ഥാനം ഉണ്ടായപ്പോൾ ആ ആസ്ഥാനം അവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും പരിശ്രമിച്ച ആളാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. അതുപോലെ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു, ആദ്യം എന്നോട് പറഞ്ഞു ഈ വാർത്തകളോട് ഞാൻ കുറച്ച് ചിന്തൽ ഫണ്ട് ചോദിച്ചു, ആദ്യം PKPക്ക് വെച്ചു തന്നില്ല, ഇത് വന്നില്ല. അപ്പൊ അവിടെ കൊടുത്തു, അവിടെയൊക്കെ തന്നെ കിട്ടാത്തത് അവിടെ കൊടുത്തു. അവിടെയൊക്കെ അപ്പുറത്ത് MLA-മാരൊക്കെ അപ്പുറത്തിന് ആൾക്കാരാണ്, അവർക്ക് തന്നെ വരുന്നത്. ഈരാറ്റുപേട്ടക്കാർക്ക് നമുക്ക് സ്നേഹമുണ്ട്. എനിക്ക് അറിയാം, എന്റെ 1,000 രൂപ CK കെരിംസായിട്ടുണ്ട്, അറിയോ? കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുമ്പോൾ അന്നൊക്കെ ഞാൻ ചെറുപ്രായമാണ്, പാപ്പായും കണിക്കാണ്ടോട് പോകും. അന്ന് ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടയം ജില്ലയിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ശക്തിയുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ ആ ഒരു ഇത് നിങ്ങളോട് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആരിസ് ആ കാര്യങ്ങൾ ചെയ്തു, അതുണ്ടാവും. വികസന കാര്യങ്ങൾ നടക്കാൻ എല്ലാവർക്കും കളിച്ച് വെച്ചിട്ട് പോയി ചെയ്തില്ലേ. ജില്ലാ പഞ്ചായത്ത് അപ്പൊ അധികാരങ്ങളൊക്കെ എനിക്ക് പറയുന്നു. അതിനേക്കാളും വിപുലമായ അധികാരമാണ് ദാസനെ കൂട്ടിക്കിട്ടത്. അപ്പോൾ നോക്കരുത്. പിന്നെ അവിടെ നമുക്ക് വികസനം നടക്കണം, നമുക്ക് ആഗ്രഹിക്കാം. MLA-യും നിങ്ങളും കൂടി മീറ്റിംഗ് വിളിക്കാം, അതിന് നമുക്ക് ചർച്ച ചെയ്യാം. ഏതൊക്കെ നടത്താൻ പറ്റും, ഏതൊക്കെ ലോങ് ടൈമിൽ, ഏതൊക്കെയാണ് വീടിൻ്റെ റോഡ്, അതിനൊക്കെ പറ്റി നമുക്കൊരു തീരുമാനം എടുക്കാം.
പഴയ 10 കൊല്ലത്തെ പിണറായി വിജയൻ സർക്കാർ ആവൂല VD സതീശന്റെ നേതൃത്വ ഐക്യ ജനാധിപത്യ സർക്കാർ ആഗ്രഹിക്കുന്നത്. കാര്യങ്ങളൊക്കെ അനുഭവമല്ലോ. പിന്നെ പുതിയ MLA ആയതല്ലേ, കഴിഞ്ഞ 10 കൊല്ലം നമ്മൾ വന്നതിൽ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. നാളത്തെ ബഡ്ജറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് ഉയരുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും ശ്രീ VD സതീശൻ, മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന ഗവൺമെന്റ്. അതുകൊണ്ട് നിരാശപ്പെടേണ്ടി വരില്ല. കാരണം ഒക്കെ കാട്ടുമുടിച്ച് എല്ലാം അവസാനിപ്പിച്ചൊരു ഗവൺമെന്റാണ്. അപ്പൊ അത് പുതിയ ഒരു രൂപത്തിൽ കൊണ്ടുവരണം. അത്തരം കാര്യങ്ങളെ നമുക്കുള്ളൂ. അപ്പൊ അതൊക്കെ ചെയ്യും. നിങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് ഈ മുനിസിപ്പാലിറ്റിയുടെയും ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന്റെയും നിങ്ങളുടെ MLAയുമായും അതുപോലെ തന്നെ നേതൃത്വമായും ഒക്കെ സംസാരിച്ച് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കി ആ ജനങ്ങൾക്ക് ആവശ്യമുള്ള വികസന പ്രവർത്തനം നടത്താൻ എന്നും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ സാഹിബിന്റെ സംസാരം കേട്ടപ്പോൾ പ്രിയപ്പെട്ട മന്ത്രി PK ബഷീർ സാഹിബ് എനിക്കൊരു ഉപദേശം തന്നു. ഈ അടുത്ത പരിപാടി തൊട്ട് പ്രത്യേകിച്ച് ഫണ്ടിന്റെ ഉദ്ഘാടനം ഉള്ള പരിപാടിയാണെങ്കിൽ ഉദ്ഘാടനം ചെയ്യുക, അങ്ങനെ പോവുക, സംസാരിക്കാനുള്ള അവസരം കൊടുക്കരുതാണ്. കാരണം സംസാരത്തില് കമ്മ്യൂണിറ്റി ഫണ്ടിനെ കുറിച്ച് സംസാരിക്കാൻ മറന്നുപോയി. ഇനിയുള്ള ആവശ്യങ്ങൾ മാത്രമാണ് നാസർ പറഞ്ഞു വെച്ചത്. അപ്പൊ എൻ്റെ അടുത്ത് MLA പറഞ്ഞു 1-2 പദ്ധതി കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ MLA അടുത്ത് പറഞ്ഞു, ഒരു രാജ്യസഭ MP-ക്ക് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങൾ ഒരേപോലെ തന്നെ കണക്കാക്കണം എന്നാണ്. ഈ ഒരേപോലെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മണ്ഡലങ്ങൾക്ക് കിട്ടുന്നതാണെങ്കിൽ 5 കോടിയാണ്. ഒരു MLA എന്നുള്ള രീതിയിൽ പൂഞ്ഞാറ് മണ്ഡലത്തിൽ മാത്രം ചെലവഴിക്കാൻ വേണ്ടി ഒരു MLAക്ക് കിട്ടുന്നത് 6 കോടി രൂപയുടെ ഒരു വർഷം. അപ്പൊ അതാണ് അതിന്റെ ആ ഒരു എന്താ പറയുന്നത് വ്യത്യാസം എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു കാന്തം പോലെയാണ്, കാന്തശക്തി പോലെയാണ്. MP ആയിട്ട് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യത്തെ പ്രഖ്യാപനമായിരുന്നു എന്റെ ഈ കമ്മ്യൂണിറ്റി ഹാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്ന് തന്നെ നമ്മുടെ പഴയ ചെയർപേഴ്സൺ ഇരിക്കുന്നുണ്ട്, സൂറ അബ്ദുൽ ഖാദർ ഇരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാണ് നമ്മളുടെ ആവശ്യം എന്ന് പറഞ്ഞു. ആ യോഗത്തിൽ വെച്ച് തന്നെ ആവശ്യം അംഗീകരിച്ചതായിട്ട് ഞാൻ അന്ന് പറഞ്ഞു. ഇത് ഏകദേശം സെപ്റ്റംബർ 2024 അതിനുശേഷം പ്രോജക്ട് പ്രപ്പോസൽ എല്ലാം പോയി വന്നു. ഇവിടെ സ്ഥലത്തിന്റെ കാര്യങ്ങളിൽ 1-2 ചെറിയ തർക്കങ്ങളെല്ലാം വന്നു. അതിനുശേഷം വെറും 6 മാസം കൊണ്ടാണ് നമുക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റിയത്. ഇന്നിപ്പോ പറഞ്ഞത് ഈരാറ്റുപേട്ടയുമായിട്ടൊരു ബന്ധം എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഒരു ബന്ധത്തിന്റെ പുറത്താണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക പൈതൃകം തന്നെയുള്ള ഒരു പ്രദേശം. നമുക്ക് എല്ലാവർക്കും അറിയാം, മലയോര മേഖലയിലെ കർഷകർ അവരുടെ അധ്വാനം അത് ചെലവഴിക്കാൻ വേണ്ടി, അത് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ വേർപ്പ് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് അവർ പാടുപെടണം നമ്മൾ കാണുന്നത്. അതേപോലെ തീരദേശത്തുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു വ്യവഹാര ഒരു പ്രദേശമായിട്ട് മാറി. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്കറിയാം ഇവർക്ക് ഒന്ന് സംവദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാംസ്കാരിക സംവാദത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലമില്ലാത്ത ഒരു സ്ഥലമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കെട്ടിടം മാത്രമല്ല, ഒരു കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറയുന്ന ഒരു കോൺക്രീറ്റ് കെട്ടിടമായിട്ടല്ല ഇതിനെ കാണുന്നത്. സാംസ്കാരികമായിട്ട് സംവദിക്കാനും അതേപോലെ ഒട്ടനേകം ആവശ്യങ്ങൾ. ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, ഒരു സാധാരണ കുടുംബത്തിന് ഒന്ന് കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഒരു നല്ല ഹാളിലേക്ക് പോകാൻ തന്നെ എത്രമാത്രം ചെലവാണ്. മാതാപിതാക്കൾക്കൊക്കെ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ചെലവാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഹോൾ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ആളുകൾക്കൊക്കെ എത്രമാത്രം കാര്യങ്ങൾ എളുപ്പമാകും എന്നുള്ളത്, കീശയിലെ പൈസ അവിടെ തന്നെ ഇരിക്കുമെന്നുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ കൂട്ടായ്മ, അവരുടെ ശാക്തീകരണ കൂട്ടായ്മ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ കൂട്ടായ്മകൾ, ആരോഗ്യ മേഖലയിലാണെങ്കിൽ രക്തദാന ക്യാമ്പ്, ആരോഗ്യ ക്യാമ്പ് തുടങ്ങിയ എന്ത് വേണമെങ്കിലും നടത്താൻ പറ്റിയ അത് ആ രീതിയിൽ തന്നെ ആകണമെന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ കമ്മ്യൂണിറ്റി ഹാൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നൽകുകയാണ്, നൽകുന്നു. അടുത്ത് നമ്മുടെ